ബഹുമാനപ്പെട്ട തോമസ് സൈമൺ സാറ്, ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന മറ്റ് അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥികൾ എല്ലാവർക്കും ദൈവതിരുനാമത്തിൽ വന്ദനം. വിശുദ്ധ കുർബാനയുടെ ക്ലാസ്സുകളെ നമ്മളെ ആരംഭത്തിലെടുത്തു. ഇന്ന് സമാരംഭിക്കുന്നത് വിശുദ്ധ മാമോദീസായെ കുറിച്ചുള്ള പഠനമാണ്. മാമോദീസായെ കുറിച്ചുള്ള പഠനം സൺഡേ സ്കൂൾ കരിക്കുലത്തിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാം. യഥാർത്ഥത്തിൽ സൺഡേ സ്കൂളിന്റെ പാഠ്യ ക്രമം പരിശോധിക്കുമ്പോൾ when we analyze Sunday school curriculum, it is interesting and at the same time it has to be understood. മാമോദീസായെ കുറിച്ചുള്ള പഠനം വളരെ പരിമിതമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശയാണ്, പക്ഷെ ആ കൂദാശയെ കുറിച്ചുള്ള പഠനം വളരെ പരിമിതമാണ്. ക്ലാസ് 4 യൂണിറ്റ് 4 പ്രത്യേകിച്ച് പാഠം 16 മാമോദീസ തൊട്ടിയെ കുറിച്ച്, ബാപ്റ്റിസ്മൽ ഫോണ്ടിനെ കുറിച്ച് ഒരു ചെറിയ പാഠമുണ്ട്. അതിനുശേഷം പിന്നെ ക്ലാസ് 5 ക്ലാസ് 6 ഫോർ ദി സ്പിരിച്വൽ ഗ്രോത്ത് ദ എക്സ്പീരിയൻസ് ഓഫ് ബാപ്റ്റിസം ഈസ് സിഗ്നിഫിക്കന്റ് എന്നൊരു ചെറിയ റെഫറൻസേ ഉള്ളൂ. മറ്റൊരു ക്ലാസിന്റെ കൂടെ അത് ചേർത്തിരിക്കുന്നതേ ഉള്ളൂ. വിശദമായ പഠനം ഇല്ല. ക്ലാസ് 7 ഗ്രേഡ് 7 ഒരു പ്രതിപാദനവും മാമോദീസയെ കുറിച്ചില്ല. ക്ലാസ് 8 പിന്നെ വിശ്വാസ സത്യങ്ങളിൽ വിശുദ്ധ മാമോദീസ ലെസൺ 22 and 24, വിശുദ്ധ മാമോദീസ, ശിശുസ്നാനം എന്ന 2 പാഠങ്ങൾ. ക്ലാസ് 9, 10, 11, 12 പ്രതിപാദനം ഇല്ല. അതേസമയം നമ്മുടെ നോൺ ഡീറ്റെയിൽ സ്റ്റഡിയിൽ, പ്രത്യേകിച്ച് റിച്വൽസിനെ കുറിച്ചുള്ള നമ്മുടെ നോൺ ഡീറ്റെയിൽഡ് അർത്ഥവത്തായ ആചരണങ്ങൾ, അതിനകത്തെ ഒരു ഭാഗം വിശുദ്ധ മാമോദീസയെ കുറിച്ചുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ കരിക്കുലം ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ 4ാം ക്ലാസ് മുതൽ എങ്കിലും വിശുദ്ധ മാമോദീസയെ കുറിച്ചുള്ള പഠനങ്ങൾ 12ാം ക്ലാസ്സിൽ എത്തുമ്പോൾ നല്ല രീതിയിൽ ഗഹനമായൊരു പഠനത്തിന്റെ ആവശ്യകത വിശുദ്ധ മാമോദീസയെ കുറിച്ചുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കൗദാശിക അനുഷ്ഠാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ മാമോദീസ ആയതുകൊണ്ട് മാമോദീസയെ കുറിച്ചുള്ള പ്രതിപാദനം തീർച്ചയായും ഇതിൽ കൂടുതൽ ഉണ്ടാകേണ്ടിയ ആവശ്യകതയുണ്ട്. അത് ഞാൻ ആമുഖമായി പറയുന്നു. അതുകൊണ്ടാണ് ഈ ക്ലാസ് ആ ഒരു രീതിയിൽ മാമോദീസയെ കുറിച്ച് ക്രമീകരിക്കാൻ ആലോചിച്ചത്. ഒന്നാമത്, വിശുദ്ധ മാമോദീസയെ കുറിച്ചുള്ള പഠനത്തിൽ നാം അഭിമുഖീകരിക്കുന്ന പ്രധാന വിഷയങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ഈ ക്ലാസിന്റെ ആരംഭത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മെ സംബന്ധിച്ച് നന്നേ ചെറുപ്പത്തിൽ 52 56 ദിവസം പ്രായമുള്ളപ്പം നമ്മളെ മാമോദീസ സ്വീകരിച്ചവരാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. At our infant stage, we received holy baptism. On that occasion, നമ്മുടെ ഏജ് എന്ന് പറയുന്നത് 52 or 56 days. അതാണ് നമ്മുടെ ഏജ്. അതുകൊണ്ട് വളരെയധികം വിമർശനം വിശുദ്ധ മാമോദീസയെ കുറിച്ച്, നമ്മൾ സ്വീകരിച്ച മാമോദീസയെ കുറിച്ച് നിലവിലുണ്ട്. ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത്, ഒരു വ്യക്തി ബോധപൂർവം യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിട്ടാണോ മാമോദീസ സ്വീകരിച്ചിരിക്കുന്നത്? അപ്പം ഇങ്ങനെ മാമോദീസ സ്വീകരിച്ചത് അല്ലെങ്കിൽ നിലവിലിരിക്കുന്ന ഈ മാമോദീസ സമ്പ്രദായം ശരിയാണോ? ഇതാണ് പ്രധാനമായും മാമോദീസ എന്ന കൂദാശയെ കുറിച്ച് നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയ വിമർശനം. രണ്ടാമത്, മാമോദീസയുടെ പ്രാധാന്യം, ആദിമസഭയിൽ ഉണ്ടായിരുന്ന ആ പ്രാധാന്യം ഇന്ന് വിശുദ്ധ മാമോദീസയുടെ കൂദാശയിൽ നിലനിൽക്കുന്നുണ്ടോ? ഇന്ന് ഒരു കുടുംബത്തിന്റെ പ്രൈവറ്റ്, അവരുടെ വ്യക്തിപരമായ ഒരു ഭാഗമായിട്ട് അവരുടെ കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കുന്നത് സംഭവിക്കുന്നു. ചില പള്ളികളിലൊക്കെ വിശുദ്ധ കുർബാന
ചൊല്ലി വിശുദ്ധ കുർബാനയോട് ചേർന്ന് മാമോദീസ നടക്കുന്നു. പലപ്പോഴും ഇതൊരു പ്രൈവറ്റ് പ്രോഗ്രാമായി സഭയുടെ പൊതു ആരാധനാ പാരമ്പര്യത്തിൽ നിന്ന് മാറി നിലനിൽക്കുന്നു. അങ്ങനെയല്ലായിരുന്നു ആദിമസഭയുടെ പാരമ്പര്യത്തിൽ എന്നതും ഓർക്കുക. ഞാനിതിനെ ഒരു ക്രിട്ടിക്കൽ രീതിയിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഇന്നത്തെ ഒരു വിമർശന തലത്തിൽ തന്നെ ഞാൻ ഇതിനെ അവതരിപ്പിക്കുകയാണ്. പ്രധാനമായിട്ടും ഏറ്റവും അധികം നമുക്ക് സംശയം ഉളവാക്കുന്ന, പലരും നമ്മെ വിമർശിക്കുന്ന ഒരു വേദഭാഗം റോമാലേഖനം 10-ാം അധ്യായം 9-ാമത്തെ വാക്യമാണ്. റോമാലേഖനം 10-ാം അധ്യായം 9-ാമത്തെ വാക്യം. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം. ഈ വേദഭാഗം ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ വിശുദ്ധ മാമോദീസയുടെ സമ്പ്രദായത്തെ വിമർശിക്കുന്നവർ പറയുന്നു, നന്നേ ചെറുപ്പത്തിൽ നമുക്കിതിന് സാധിക്കുമോ? യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുവാനുള്ള ശേഷി, ബോധം, അക്കൗണ്ടബിലിറ്റി നന്നേ ചെറുപ്പത്തിലുണ്ടോ? അപ്പൊ നമ്മൾ ഈ ചെയ്തത് ശരിയല്ല. പ്രത്യേകിച്ച് 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഈ രീതിയിലുള്ള പഠനത്തിന്റെയും പ്രബോധനത്തിന്റെയും പരിണിത ഫലമായി വളരെ ഗണ്യമായ ഒരു സുറിയാനി സഭാ വിഭാഗത്തിൽപ്പെട്ടവർ അവർ സ്വീകരിച്ച ശിശുസ്നാനം പോരാ എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പിന്റെ സ്നാനം സ്വീകരിച്ച ഒരു ചരിത്രം ഈ വർത്തമാന കാലഘട്ടത്തിൽ നമുക്കുണ്ട്. ഒന്നാമത്, ഈ വേദഭാഗം എന്താണ് എന്നതാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. റോമാലേഖനം, യഥാർത്ഥത്തിൽ റോമാലേഖനം ധന്യനായ പൗലോസ് അപ്പോസ്തലൻ, പ്രത്യേകിച്ച് നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ വേദപുസ്തകത്തിലെ ലേഖനങ്ങൾ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ അത് എഴുതിയ കാലഘട്ടം, ആരെ ഉദ്ദേശിച്ച് എഴുതിയിരിക്കുന്നു, അന്നത്തെ ചരിത്രപരമായ പശ്ചാത്തലം, ഇത് മനസ്സിലാക്കാതെ ഇന്ന് വ്യാഖ്യാനിച്ചാൽ ആ വ്യാഖ്യാനത്തിന് വലിയ വലിയ അബദ്ധങ്ങൾ സംഭവിക്കും. യഥാർത്ഥത്തിൽ പൗലുസ്ലിഹയുടെ ലേഖനങ്ങൾ, പൗലുസ്ലിഹ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കാരാഗൃഹ ലേഖനങ്ങൾ, ഇടയ ലേഖനങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹം പൊതുവായി സഭയ്ക്ക് എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ, ഓരോ ലേഖനത്തിനും തനതായ ചില വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. റോമാസഭയിൽ പ്രത്യേകിച്ച് യഹൂദ ക്രിസ്ത്യാനികളും വിജാതീയ ക്രിസ്ത്യാനികളും ഉണ്ട്. യഹൂദ ക്രിസ്ത്യാനികളെയും വിജാതീയ ക്രിസ്ത്യാനികളെയും മുമ്പിൽ കണ്ടുകൊണ്ട് അവരഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ വളരെ വ്യക്തമായി മനസ്സിലാക്കിയാണ് പൗലോസ്ലിഹ എഴുതുന്നത്. അദ്ദേഹം യഥാർത്ഥത്തിൽ രണ്ട് ലോകളെ കുറിച്ച് അല്ലെങ്കിൽ രണ്ട് നിയമങ്ങളെ കുറിച്ച് റോമാലേഖനത്തിൽ പ്രതിപാദിക്കുന്നു. പ്രത്യേകിച്ച് റോമാലേഖനം 1-ാം അധ്യായം 1 മുതൽ 10-ാം അധ്യായം വരെ ഉള്ളത് അവിശ്വാസികൾക്ക് നൽകുന്ന പ്രബോധനമാണ്. ഒരു എക്സോർട്ടേഷൻ ഫോർ ദി നോൺ ബിലീവേഴ്സ്. അപ്പം പൗലോസ്ലിഹയുടെ മനസ്സിൽ നോൺ ബിലീവേഴ്സിനെ കുറിച്ച്, അവർ മാമോദീസ സ്വീകരിക്കുന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു പ്രബോധനമുണ്ട്, പഠിപ്പിക്കലുണ്ട്. ആ പഠിപ്പിക്കലാണ് 10-ാം അധ്യായം 9-ാം വാക്യം. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ധന്യനായ പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ അദ്ദേഹം ആ ലേഖനത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്ന ഒറിജിനലായ എഴുത്തുകാരന്റെ ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം, അതിലെ ആദ്യത്തെ 10 അധ്യായങ്ങൾ അത് യഥാർത്ഥത്തിൽ റോമിലെ അവിശ്വാസികളായ ആളുകൾക്കുള്ള നിയമമായിട്ടാണ് പൗലൂസ് പ്രതിപാദിക്കുന്നത്. അതുകൊണ്ടാണ് 11-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ. 11-ാം അധ്യായം മുതലുള്ളത് 1 മുതൽ 10 വരെയുള്ളത് നോൺ ബിലീവേഴ്സിനുള്ള അല്ലെങ്കിൽ സഭയിൽ ഉൾപ്പെടാതെ നിൽക്കുന്ന അവിശ്വാസികളായ ആൾക്കുള്ള പ്രബോധനമാണെങ്കിൽ 11-ാം അധ്യായം മുതൽ വിശ്വാസ സമൂഹത്തിനുള്ള പ്രബോധനമാണ്. അതുകൊണ്ടാണ് 11-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങുന്നത്, എന്നാൽ
ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളും ഇല്ല. ഞാനും ഇസ്രായേലിനല്ലോ, അബ്രഹാമിന്റെ സന്തതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ എന്ന് പറഞ്ഞ് പൗലോസ്ലിഹ വിശ്വാസ സമൂഹത്തിന് കൊടുക്കുന്ന പ്രബോധനമാണ് 11-ാം അധ്യായം മുതൽ. അപ്പോൾ നോൺ ബിലീവേഴ്സിനുള്ള ലോയ്ക്കകത്ത് അവർക്ക് കൊടുക്കുന്ന പ്രബോധനത്തിൽ ഒരാൾ എങ്ങനെ ക്രിസ്ത്യാനിയാകും എന്നതിനെ അടിസ്ഥാനപരമായി പൗലോസ് പറയുന്നതാണ് യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഇന്നും അങ്ങനെ തന്നെയാണ്. ഇന്നും ക്രൈസ്തവ മാതാപിതാക്കളുടെ മക്കള് അല്ലാതെ വിജാതീയരിൽ നിന്ന് ഒരാളെ ക്രിസ്തുമതം സ്വീകരിക്കുന്നുവെങ്കിൽ ആ ക്രിസ്തുമതം സ്വീകരിക്കുന്ന വിജാതീയനുള്ള പ്രമാണം റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം തന്നെയാണ്. എന്നാൽ ഇത് വിശ്വാസ സമൂഹത്തിൽ, പ്രത്യേകിച്ച് സഭയിൽ വിശ്വാസ സമൂഹത്തിനുള്ള പ്രമാണം ഇതാണോ എന്നത് ഈ വേദഭാഗത്തിന്റെ ഈ പഠനത്തിന്റെ 2-ാം ഭാഗമായി നമുക്ക് പരിശോധിക്കാം. ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ പറയുന്നു. വിശുദ്ധ മാമോദീസായെ കുറിച്ചുള്ള സഭയുടെ പഠനത്തിൽ ഏറ്റവും അധികം വിമർശന വിധേയമാകുന്ന വേദഭാഗം റോമാലേഖനം 10-ാം അധ്യായം 9-ാമത്തെ വാക്യമാണ്. ആ 10-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിന്റെ പശ്ചാത്തലം അതെന്താണ് എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഞാൻ പറഞ്ഞതിനോട് എന്ന് വെച്ചാൽ വിശ്വാസ സമൂഹത്തിനുള്ള മാമോദീസായെ കുറിച്ചുള്ള പ്രമാണം ഇതാണോ, റോമാലേഖനം 10-9 പറയുന്നതാണോ എന്ന് വേദപുസ്തകത്തിലെ മറ്റു ഭാഗങ്ങളിലൂടെ അന്വേഷിക്കുകയാണ് ഈ ക്ലാസിന്റെ 2-ാം ഭാഗം. അതിൽ അടിസ്ഥാനപരമായി സ്വീകരിക്കേണ്ട ഒരു വാക്യമുണ്ട്. ആ വാക്യം മാമോദീസായെ കുറിച്ച് പഠിക്കുമ്പോൾ എല്ലാവരും ഓർത്തിരിക്കേണ്ട, എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ സൺഡേ സ്കൂൾ കരിക്കുലത്തിൽ 4-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലും പറയുമ്പോൾ ഈ വാക്യം പ്രതിപാദിച്ചിട്ടേ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പഠന ക്രമീകരണത്തിൽ അതൊരു അപാകതയാണ്. ആ അപാകത പരിഹരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. പുതുതായി കരിക്കുലം നമ്മൾ ക്രമീകരിക്കുമ്പോൾ മാമോദീസയെ കുറിച്ച്, വിശുദ്ധ കുർബാനയെ കുറിച്ച് നല്ല പഠനമുണ്ട്. 5-ാം ക്ലാസ് മുതൽ പഠനമുണ്ട്. അതുപോലെ തന്നെ നമ്മള് വിശുദ്ധ മാമോദീസയെ കുറിച്ചും പഠിപ്പിക്കണം. മാമോദീസയുടെ നൽവരങ്ങളും മാമോദീസയുടെ ആത്മീക വളർച്ചയെ കുറിച്ചുള്ള പ്രബോധനവും ഇല്ലാത്തത് സഭാ ജീവിതത്തിൽ വലിയ കുറവാണ്. ഞാൻ വീണ്ടും വിഷയത്തിലേക്ക് വരുന്നു. റോമാലേഖനം 10-9 പ്രമാണം വായികൊണ്ട് ഏറ്റുപറയണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം എന്ന ആക്ഷരിക പ്രമാണം വിശ്വാസികൾക്കല്ല, അവിശ്വാസികൾക്കാണ് എന്നാണ് ഞാൻ ഒന്നാമത് പറഞ്ഞത്. അതിനെ ഉപോത്ഫലകമായി വേദപുസ്തകം എന്ത് പറയുന്നു, സഭയുടെ പാരമ്പര്യം എന്ത് പറയുന്നു, അതാണ് 2-ാമത് നോക്കുന്നത്. ഞാൻ പറഞ്ഞ വാക്യം അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 38-ാമത്തെ വാക്യം. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. ഇത് പെന്തിക്കോസ്തിക്ക് ശേഷം ധന്യനായ പത്രോസ് അപ്പോസ്തലൻ നൽകുന്ന വളരെ പ്രസിദ്ധമായ പ്രസംഗമാണ്. ഒറ്റ ദിവസം ഈ പ്രസംഗം കൊണ്ട് 3000 പേര് സഭയോട് ചേർന്നു. അപ്പൊ സഭയോട് ചേർന്ന് വരുന്ന വിശ്വാസ സമൂഹത്തെ കുറിച്ചുള്ള അപ്പോസ്തോലിക പ്രമാണം എന്ന് വെച്ചാൽ പൗലൂസ് മാനസാന്തരപ്പെടുന്നതിന് മുൻപുള്ള അപ്പോസ്തോലിക പ്രമാണമാണ് ആദ്യമായി ഞാൻ പറയുന്നത്. ഇവിടെ നമുക്ക് തോന്നിയേക്കാം ഇതെല്ലാം ഒരു വിജാതീയ ഗ്രൂപ്പ് അല്ലേ? ഓക്കെ, വിജാതീയ ഗ്രൂപ്പാണ്. എന്നാൽ അതിലെ പ്രധാനപ്പെട്ട സമൂഹം എന്ന് പറയുന്നത് യഹൂദ സമൂഹമാണ്. അതിൽ നിന്ന് യഹൂദ ക്രിസ്ത്യാനികളുടെ പ്രബലമായ ഒരു ഗ്രൂപ്പാണല്ലോ ആദിമസഭയിൽ ഉണ്ടാകുന്നത്. അവരോട് പത്രോസ് പറയുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. അപ്പം പാപമോചനത്തിനുള്ള അപ്പോസ്തോലിക സഭയുടെ ഏറ്റവും പ്രധാന മാർഗം പരിശുദ്ധ മാമോദീസ ആയിരുന്നു. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ നിങ്ങൾ സ്നാനമേൽക്കുമ്പോൾ
പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഇവിടെയാണ് അപ്പോസ്തോലിക സഭയുടെ അടിസ്ഥാനം. സ്നാനമേൽപ്പീൻ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ആ കൂട്ടത്തിൽ 39 വാക്യം വാഗ്ദത്തം. വാഗ്ദത്തം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ നിറവിലാണ് ഇത് പറയുന്നത്. അപ്പൊ ആദിമസഭയിൽ സഭയോട് ചേരുന്നവർക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുമെന്നതാണ് വാഗ്ദത്തം. ആ വാഗ്ദത്തം, അടുത്ത വാക്ക് ഓർത്തോണേ, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും. നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾക്കും വാഗ്ദത്തം, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും. മൂലഭാഷയിൽ അവിടെ മക്കളെന്ന് ഉപയോഗിച്ചിരിക്കുന്നത് പൈതങ്ങൾ എന്ന വാക്ക് തന്നെയാണ്, കൊച്ചു കുഞ്ഞുങ്ങൾ. അപ്പൊ നിങ്ങളുടെ വിശ്വാസത്താൽ നിങ്ങളെ മാനസാന്തരത്തിന്റെ അനുഭവത്തിൽ വന്ന ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവെന്ന ദാനം അത് തീർച്ചയായും നിങ്ങളുടെ കുടുംബത്തിന് മുഴുവൻ, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും. അപ്പൊ ഒരു തരത്തിലും കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തുന്നതായി അവിടെ അപ്പോസ്തോലിക പാരമ്പര്യത്തിൽ പറയുന്നില്ല. ഇത് അപ്പോസ്തോലിക പാരമ്പര്യത്തിന്റെ എന്ന് വെച്ചാൽ പൗലൂസ് സഭയിലേക്ക് വരുന്നതിന് മുൻപുള്ള സഭയുടെ അപ്പോസ്തോലിക പാരമ്പര്യമാണ്. ഈ പാരമ്പര്യം പൗലുസ്ലിഹായും വ്യക്തമായി പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം 14 വാക്യം. ഈ വാക്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുമ്പം അത് ഓർത്തിരിക്കാൻ ഒരു പ്രത്യേകതയുള്ളത്, അധ്യായം 7 വാക്യം 14. അധ്യായം 7, 14. 1 കൊരിന്ത്യർ ലേഖനം. അവിടെ പറയുന്നത് ഇച്ചിരൂടെ പ്രബോധന ശൈലിയിൽ വ്യക്തമായ ഒരു ഡെസ്ക്രിപ്റ്റീവ് ശൈലിയിൽ പൗലൂസ് പറയുന്നു, അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെടും. അപ്പം മാമോദീസ സ്വീകരിച്ച് ഒരു കുടുംബം കടന്നു വരുമ്പോൾ ആ രക്ഷയുടെ അനുഭവത്തെ കുറിച്ച് പൗലൂസ് പറയുന്നത്, അവിശ്വാസിയായ ഭർത്താവ് ഇപ്പം വിശ്വാസത്തിലേക്ക് വന്നില്ല, എന്നാലും ഭാര്യ വിശ്വാസിയാണെങ്കിൽ അവൻ ശുദ്ധീകരിക്കപ്പെടും. നേരെ തിരിച്ചും പറയുകയാണ്, അവിശ്വാസിനിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം, സഹോദരൻ എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് അവിടെ ഭർത്താവിനെ കുറിച്ചാണ്, സഹോദരൻ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടുമിരിക്കുന്നു. നമ്മുടെ കാനൂനിൽ ഒരു കുഞ്ഞിനെ മാമോദീസ മുക്കണമെങ്കിൽ അടിസ്ഥാനമായി നമ്മൾ പറയുന്ന പേരൻസ് വിശ്വാസത്തിലായിരിക്കണം. പേരൻസ് വിശ്വാസത്തിലാണെങ്കിൽ കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കാം. അതിനകത്ത് എടുത്തു പറയുന്നത് ആരെങ്കിലും ഒരാളെ. അതാണ് ഇവിടെ പറഞ്ഞ 1 കൊരിന്ത്യർ 7:14 പൗലോസ് ശ്ലീഹ പറയുന്നത്. ഇനി അടുത്ത വാക്യം അതിൽ തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരെന്ന് വരും, ഇപ്പോഴും അവർ വിശുദ്ധരാകുന്നു. അപ്പൊ റോമാലേഖനം 10:9 മാത്രമല്ല, സഭയുടെ അപ്പോസ്തോലിക പാരമ്പര്യത്തിനെ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തിയിട്ടില്ലായിരുന്നു എന്നത് വളരെ വ്യക്തമായി പറയുന്ന അപ്പോസ്തല പ്രവൃത്തി 2:38-39, 1 കൊരിന്ത്യർ 7:14. ഇത് അപ്പോസ്തോലിക പാരമ്പര്യം എന്താണെന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഇതുകൂടാതെ അപ്പോസ്തോലന്മാര് തന്നെ അനേകരെ മാനസാന്തരപ്പെടുത്തിയ സന്ദർഭങ്ങളുണ്ടല്ലോ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 31-ാം വാക്യത്തിൽ ഈ കാരാഗ്രഹ പ്രമാണിയുടെ മാനസാന്തരത്തെ കുറിച്ച് പറയുന്നത്. അവിടെ ഞാൻ എന്ത് ചെയ്യണം എന്ന് കാരാഗ്രഹ പ്രമാണി പത്രോസ് ശ്ലീഹായോട് ചോദിക്കുമ്പം പത്രോസ് മറുപടി പറയുന്നത്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. ഏറ്റവും പ്രചാരം ലഭിച്ചിട്ടുള്ള വാക്യമാണ്, പോപ്പുലർ ആയിട്ടുള്ള വാക്യം. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അവിടെയും ഒരാളുടെ വിശ്വാസം മുഖാന്തരം ആ കുടുംബത്തിന്റെ രക്ഷ, അവിടെ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തുന്നതായി വേദപുസ്തകം പറയുന്നില്ല. അപ്പൊ ഞാൻ ഇത് പറഞ്ഞത് ആകെ നമ്മുടെ മനസ്സിൽ വരുന്നത് റോമാലേഖനം 10:9. 10:9 പറഞ്ഞ് കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കുന്നതിനെ വിമർശിക്കുന്നവരോട് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട 2-3 വാക്യങ്ങൾ. പഴയ നിയമത്തിൽ യിരെമ്യാ പ്രവാചകനെ വിളിക്കുന്ന സമയത്തൊക്കെ, ഞാൻ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് നിന്നെ വിളിച്ചു എന്നൊക്കെ പറയുന്ന സന്ദർഭമുണ്ട്.
എന്നാൽ അപ്പോസ്തോലിക പാരമ്പര്യം അതെന്തായിരുന്നു എന്ന് മനസ്സിലാക്കാനാണ് അപ്പോസ്തല പ്രവൃത്തികൾ 2:38-39, 1 Korinത്യർ 7:14, അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 16 ഈ 16 31 ഓർത്തിരിക്കാൻ ഒരു ഭംഗി പറയാം. 1 Korinത്യർ 7 ബാക്കി 7-14. പ്രവർത്തികൾ അപ്പോസ്തല പ്രവൃത്തികൾ 16 32 ആണ് വരേണ്ടത്, പക്ഷെ 32 അല്ല, 31. 16-31 ഓർത്തിരിക്കുക. ഇപ്പൊ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മളെ മൂന്നാമത് മനസ്സിലാക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ കർത്താവ് മാമോദീസയെ കുറിച്ച് യേശു ക്രിസ്തു അപ്പോസ്തലന്മാർക്ക് നൽകിയിരിക്കുന്ന പാരമ്പര്യം എന്താണ്. അത് വേദപുസ്തകത്തിൽ ഏറ്റവും ഭംഗിയായി പ്രതിപാദിച്ചിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28 എന്നാൽ ഇതിന്റെ ടെക്സ്റ്റുവൽ ക്രിറ്റിസിസം പിന്നീട് സഭയുടെ പാരമ്പര്യത്തിൽ ചേർക്കപ്പെട്ടതാണ് എന്നൊക്കെ ടെക്സ്റ്റുവൽ ക്രിറ്റിസിസം പറയുന്നുണ്ട്. എന്നാൽ വളരെ വ്യക്തമായി അത് മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിന്റെ പ്രധാന ഭാഗമായി വിവരിക്കുന്ന വേദപുസ്തക പഠിതാക്കളും പണ്ഡിതന്മാരും ഉണ്ട്. ഇപ്പം വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട വാക്യമായി യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് മുൻപ് പ്രേക്ഷിത പ്രവർത്തനത്തിന് ഫലമേൽപ്പിച്ച് അവരെ അയക്കുമ്പോൾ പറയുന്നത്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. അപ്പം അവിടെയാണ് യേശു ക്രിസ്തു വിശുദ്ധ മാമോദീസയെ കുറിച്ച് നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28 Gospel according to Saint Matthew chapter 28 verse 19 onwards. അവിടെയാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലുള്ള മാമോദീസയെ കുറിച്ച് അല്ലെങ്കിൽ അപ്പോസ്തോലിക സ്നാനത്തെ കുറിച്ച് വിവരിക്കുന്നത്. ഇതിന്റെ വെളിച്ചത്തിലാണ് ബാക്കിയുള്ള പുതിയ നിയമ ലേഖനങ്ങളിൽ മാമോദീസയെ കുറിച്ചുള്ള പ്രതിപാദനം. അത് വിശുദ്ധ മാമോദീസയുടെ വേദശാസ്ത്രമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞതിലേക്ക് തിരികെ വരുന്നു. സൺഡേ സ്കൂളിന്റെ പാഠാവലിയിൽ മാമോദീസയെ കുറിച്ചുള്ള പഠനം വളരെ കുറവാണ്. നമ്മൾ തുടങ്ങിയത് മാമോദീസ പഠനത്തെ കുറിച്ചുള്ള വിമർശനത്തിലാണ്. വിമർശനം ഏതാണ്? റോമാലേഖനം അധ്യായം പറയാവോ? 10-ാം അധ്യായം 9-ാം വാക്യം. ആ 9-ാം വാക്യത്തിൽ അതിന്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞു. അത് നോൺ ബിലീവേഴ്സിനുള്ള ലോയാണ്. അതേസമയം വിശ്വാസ സമൂഹത്തിനുള്ള മാമോദീസയുടെ പ്രമാണം. അത് പ്രധാനപ്പെട്ട 3 വാക്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിച്ചു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 28-29 വാക്യം, 1 Korinത്യർ 7:14, അപ്പോസ്തല പ്രവൃത്തി തന്നെ 16-ാം അധ്യായം 31-ാം വാക്യം. ഇത് കൂടാതെ അനേക വാക്യങ്ങളുണ്ട്. പ്രസ്കുല്ലായുടെയും അക്കുല്ലായുടെയും ഒക്കെ മാനസാന്തര സമയവും ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരണമുണ്ട്. എന്നാൽ കാതലായ വിഷയങ്ങൾ മാത്രം പ്രതിപാദിക്കുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് വിശുദ്ധ മാമോദീസയുടെ പ്രത്യേകിച്ച് അടിസ്ഥാനപരമായ വേദശാസ്ത്രത്തെ കുറിച്ചാണ്. അത് പ്രത്യേകിച്ച് നമ്മളെ അധ്യാപകരും പ്രധാനപ്പെട്ട വിദ്യാർത്ഥിനികളും ഒക്കെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗം മാത്രം പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം, അവിടെ യേശു ക്രിസ്തുവും യഹൂദ പ്രമാണിയുമായി നീക്കോദിമോസും തമ്മിലുള്ള ഒരു സംവാദം, എ ഡയലോഗ് ബിറ്റ്വീൻ ജീസസ് ആൻഡ് നിക്കോദിമോസ്. അതിലെ സബ്ജക്ട് ഓഫ് ഡിബേറ്റ് എന്ന് പറയുന്നത് ഇറ്റേണൽ ലൈഫാണ്, നിത്യജീവനാണ്. അപ്പൊ നിക്കോദിമോസ് രാത്രിയിൽ യേശുവിന്റെ അരികെ വന്ന് യേശുവിനോട് ചോദിക്കുന്നു, നിത്യജീവനെ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അവിടെയാണ് ഈ മാമോദീസയെ കുറിച്ചുള്ള ഒരു ഗൗരവമേറിയ വേദശാസ്ത്രപരമായ വിശദീകരണം കർത്താവ് കൊടുക്കുന്നത്. അപ്പൊ യേശു ക്രിസ്തു പറയുന്നു, വീണ്ടും ജനിക്കണം.
മൗലോദോത് മെന്തിറീഷ്, ഉയരത്തിൽ നിന്ന് ജനിക്കണം. അത് യോഹന്നാൻ അപ്പോസ്തലൻ വ്യക്തമായി യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ എഴുതുന്നു. എന്നാൽ യഹൂദന്മാരുടെ പാരമ്പര്യത്തിൽ അവരുടെ ഈ കുമ്രാൻ സന്യാസ സമൂഹത്തിലും യോഹന്നാൻ മബ്ദാനയുടെ പാരമ്പര്യത്തിലും ഒക്കെ ബാപ്റ്റിസം ഉണ്ട്. അത് ബാപ്റ്റിസത്തിന്റെ സ്നാനത്തിന്റെ ചരിത്രപരമായി പിന്തുടർച്ച പഠിക്കുമ്പോൾ അതൊക്കെ കുറെ കൂടിയുള്ള പഠന രീതികളിൽ നിങ്ങൾ മനസ്സിലാക്കാം. വേദപുസ്തകം, പ്രത്യേകിച്ച് യേശു ക്രിസ്തു മാമോദിസ സ്വീകരിക്കണം എന്ന് വ്യക്തമായി പറയുന്ന സ്ഥലം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം. വളരെ വ്യക്തമായി നിക്കോദിയോസിനോട് പറഞ്ഞു, നിത്യജീവനെ പ്രാപിക്കണമെങ്കിൽ നീ വീണ്ടും ജനിക്കണം. അപ്പൊ നിക്കോദിയോസ് നമ്മളെ പോലെ വളരെ റാഷണലാണ്. അദ്ദേഹം ചോദിക്കുന്നു, അമ്മയുടെ ഉദരത്തിൽ പ്രായമായതിനു ശേഷം അമ്മയുടെ ഉദരത്തിൽ കടന്ന് വീണ്ടും ജനിക്കാൻ ഒക്കുവോ? അവിടെയാണ് വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണമെന്ന് കർത്താവ് ആക്ഷരികമായി തന്നെ വ്യക്തമാക്കുന്നു. എന്നിട്ട് ആ കർത്താവ് നിക്കോദിമോസിനോട് പറയുന്നത് 10-11 വാക്യങ്ങൾ, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 10-11 വാക്യങ്ങൾ. അവിടെ പറയുന്നത്, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിട്ടും നിനക്കിത് മനസ്സിലാകുന്നില്ലേ? കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും നീ അറിയുന്നില്ല. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു. ഈ കൗദാശിക രഹസ്യങ്ങളെ കുറിച്ചുള്ള നിർവചനം എന്താണ്? നമുക്ക് വെയർ, വൈ, ഹൗ എന്ന 3 ചോദ്യങ്ങൾ വരാം. പക്ഷെ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു നമുക്കറിയത്തില്ല. സത്യത്തിൽ അപ്പവീഞ്ഞുകൾ തിരുശരീര രക്തങ്ങളാകുന്നതും ഒരു കുഞ്ഞ് നന്നേ ചെറുപ്പത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതും ദൈവത്തിന്റെ മക്കളാകുന്നതും ഒക്കെ ആക്ഷരികമായി വിവരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. കാറ്റിഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും നീ അറിയുന്നില്ല. അതുകൊണ്ട് കാറ്റിനെ നെഗേറ്റ് ചെയ്യാവോ? കാറ്റില്ല എന്ന് പറയാൻ ഒക്കുവോ? അതാ യേശു ക്രിസ്തു ചോദിച്ചത്. കാറ്റുണ്ട്, നിനക്കറിയത്തില്ല എവിടുന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും, അതുകൊണ്ട് കാറ്റില്ലാതിരിക്കുവോ? അവിടെയാണ് കർത്താവ് വളരെ വ്യക്തമായി ഒന്ന് പഠിപ്പിക്കുന്നത്. കാറ്റ് മനസ്സിലാക്കപ്പെടുന്നത് അതിന്റെ ഉറവിടമോ ലാസ്റ്റ് ഡെസ്റ്റിനേഷനോ ഡിഫൈൻ ചെയ്തുകൊണ്ടല്ല, മറിച്ച് അത് അനുഭവപ്പെടുന്നതിലൂടെയാണ്. യു ക്യാൻ എക്സ്പീരിയൻസ് ദ വിൻഡ്, ദ ടെമ്പസ്റ്റ്, ദ ബ്രീസ്, ബട്ട് യു കനോട്ട് ഡിഫൈൻ ഇറ്റ്. നിനക്ക് എക്സ്പീരിയൻസ് ചെയ്യാം, പക്ഷേ നിർവചിക്കാൻ മേല. അതാണ് വിശുദ്ധ രഹസ്യങ്ങൾ. നമുക്ക് വലിയ വിഷമം, ഒരു കുഞ്ഞിനെ നന്നേ ചെറുപ്പത്തിൽ പരിശുദ്ധാത്മാവ് ലഭിക്കുവോ? നമുക്ക് സംശയമാണ്. പക്ഷേ ഡെഫിനിഷൻ ഈസ് ഇമ്പോസിബിൾ. അതേസമയം വി ഹാവ് ടു എക്സ്പീരിയൻസിസ്. എല്ലാ കൗദാശയ രഹസ്യങ്ങളുടെയും ഗൗരവമായ തലം അത് തന്നെയാണ്. അത് യഥാർത്ഥത്തിൽ കർത്താവ് പഠിപ്പിക്കുക മാത്രമല്ല, യേശു ക്രിസ്തു വിശുദ്ധ മാമോദീസ യോഹന്നാനിൽ സ്വീകരിച്ചു. അത് ഞാൻ ഈ ഇന്നത്തെ ക്ലാസ്സിന്റെ സമയം നോക്കിയിട്ട് ഞാൻ ആ കർത്താവിന്റെ മാമോദീസയെ കുറിച്ച് നിങ്ങളോട് ഞാൻ ഒന്ന് വിവരിക്കാം. 1-2 കാര്യങ്ങളൂടെ ഈ ഭാഗത്ത് പറഞ്ഞിട്ട്, അപ്പോസ്തോലിക പാരമ്പര്യത്തിൽ മാമോദീസയെ കുറിച്ചുള്ള വേദശാസ്ത്ര വിശകലനം അത് ശരിക്ക് പഠിപ്പിക്കുന്ന 2 വേദഭാഗങ്ങൾ. ഒന്ന് റോമാലേഖനം, ഞാൻ ആദ്യം പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ ഒരു അടിസ്ഥാനപരമായി സ്വീകരിക്കുക. എന്നാൽ അത് അപ്പോസ്തോലിക പാരമ്പര്യത്തിൽ ശ്ലീഹന്മാരും ഇതാണ് പഠിപ്പിച്ചത് എന്നത് വ്യക്തമാക്കാൻ 1-2 വാക്യങ്ങൾ പറയുന്നു. അത് ശ്രദ്ധിച്ചു കേൾക്കുക. റോമാലേഖനം 6-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ ശ്രദ്ധിച്ചേ, പൗലോസ്ലീഹായും അതുപോലെ തന്നെ അപ്പോസ്തോലിക പാരമ്പര്യവും വളരെ മനോഹരമായ ഒരു വേദശാസ്ത്രം പഠിപ്പിക്കുന്നു. യോഹന്നാൻ അപ്പോസ്തോലൻ
മാമോദീസായ വീണ്ടും ജനനം എന്ന് പറയുമ്പോൾ പൗലുസ്ലിഹ പറയുന്നത് മാമോദീസായി, അതാണ് ഈ മുങ്ങുക എന്നതിനെ ആദിമസഭ വലിയ പ്രാധാന്യം നൽകിയത്. തളിക്കുക എന്നതിനേക്കാൾ ഉപരി മുങ്ങുക എന്നതിനെ വലിയ പ്രാധാന്യം, ബാപ്റ്റിസം ഈസ് ഇമേഴ്സിങ് എന്ന് പറയുന്നതിന്റെ പോറിംഗ് സ്പ്രിംഗ്ലിംഗ് പാരമ്പര്യമൊക്കെ ഉണ്ട്. എന്നാൽ സഭ ഇച്ചിലൂടെ അടിസ്ഥാനപരമായി പറയുന്നതിന്റെ കാരണം മാമോദീസായിലൂടെ നാം ക്രിസ്തുവിനോടുകൂടെ നമ്മുടെ പഴയ മനുഷ്യൻ മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. ഇത് മാമോദീസായിലൂടെ സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വേദശാസ്ത്രപരമായ അനുഭവമാണ്. അതുകൊണ്ടാണ് അതിനെ ആദിമസഭയുടെ മാമോദീസയെ കുറിച്ചുള്ള വേദശാസ്ത്രമായി പ്രതിപാദിക്കുന്നത്. 3-ാം വാക്യത്തിൽ പറയുന്നത്, സ്നാനമേറ്റവരായി നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? 4-ാം വാക്യം, നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അപ്പം മരിച്ചു, സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, റോമാലേഖനമാണ്, 6-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. മരണം, കബറടക്കം, അത് മാത്രമല്ല, ഒരു കുഞ്ഞ് മാമോദീസ തൊട്ടിയിൽ നിന്ന് മാമോദീസ സ്വീകരിച്ച് അമ്മയുടെയോ അപ്പച്ചന്റെയോ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ പിന്നെ ആ കുഞ്ഞ് ക്രിസ്തുവിനോടുകൂടിയുള്ള പുനരുത്ഥാനത്തിൽ പങ്കാളിയാകുകയാണ്. ഇതങ്ങ് ആവർത്തിക്കുകയാണ്. പൗലോസ്ലീഹായുടെയും അപ്പോസ്തലന്മാരുടെയും ലേഖനങ്ങളിൽ ഇത് ആവർത്തിക്കുകയാണ്. ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യതയും ധരിക്കണം. 1-ാം കൊരിന്ത്യർ ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പറയുന്നതാണ്, ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും. അതാണ് നമ്മുടെ ശരീരം. ഈ ശരീരം ദ്രവിച്ചു പോകുന്നതാണ്, മോർട്ടലാണ്. ഈ മോർട്ടൽ ബോഡി ഹാസ് ടു ക്ലോക്ക് ഇമ്മോർട്ടാലിറ്റി. നശിച്ചു പോകുന്ന ശരീരം നാശമില്ലായ്മയെ ധരിക്കണം. ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യതയും ധരിക്കണം. ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യതയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. അവിടെയാണ് വേദപുസ്തകം വളരെ വളരെ വ്യക്തമായി മാമോദീസയെ കുറിച്ചുള്ള വളരെ ഗൗരവമായ സന്ദേശങ്ങൾ അല്ലെങ്കിൽ ഗൗരവമായ പഠനം നിർവഹിക്കുന്നത്. അതുപോലെ മറ്റൊരു വാക്യമാണ് കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. സ്നാനത്താൽ നിങ്ങൾ, കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം, സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങുന്നത് തന്നെ, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. അപ്പൊ ഇത് വളരെ വ്യക്തമായ അപ്പോസ്തോലിക പാരമ്പര്യമാണ്. വിശുദ്ധ മാമോദീസയിലൂടെ നമ്മൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, അല്ലെങ്കിൽ ഇച്ചിരൂടെ നല്ല ഭാഷ പറഞ്ഞാൽ ക്രിസ്തുവിന്റെ മരണത്തിനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിനും കബറടക്കത്തിനും യേശു ക്രിസ്തുവിലുള്ള പുനരുത്ഥാനത്തിലും നമ്മൾ പങ്കാളികളാകുകയാണ് വിശുദ്ധ മാമോദീസയിലൂടെ. അതുകൊണ്ട് ഇനി ജീവിക്കുന്നത് നമ്മളല്ല, വിശുദ്ധ മാമോദീസയിലൂടെ നമ്മൾ ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ സാക്ഷികളായി ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നു. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ മരിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഭൗതികമായി നമ്മുടെ മരണത്തെക്കുറിച്ചല്ല. പഴയ മനുഷ്യൻ മരിച്ചിട്ട് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇപ്പം നമ്മൾ ജീവിക്കുന്നത് നിത്യജീവന്റെ ഭാഗമായി
വിശുദ്ധ മാമോദീസ സ്വീകരിച്ചതുകൊണ്ട് നിത്യജീവന്റെ ഭാഗമായി ഞാനും നിങ്ങളും ക്രിസ്തുവിൽ ജീവിക്കുന്നു. നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞ് ക്രിസ്തുവിലായി സർവശക്തനായി ദൈവത്തിങ്കൽ നമ്മുടെ ജീവനായിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കേണ്ടതും നോയമ്പെടുക്കേണ്ടതും കൗദാശിക അനുഭവത്തിൽ അല്ലെങ്കിൽ കൂദാശകൾ സ്വീകരിക്കേണ്ടതും. കാര്യം നമ്മൾ റിസറക്റ്റഡ് ഹ്യൂമാനിറ്റിയുടെ പുനരുത്ഥാനം ചെയ്ത യേശു ക്രിസ്തുവിനോട് ചേർന്നവരാണ്. ആ അനുഭവത്തിൽ നമ്മളെ ഈ ലോകത്തിൽ തന്നെ ജീവിക്കുകയാണ്, നിത്യജീവന്റെ അവകാശികളായി ജീവിക്കുകയാണ്. അതാണ് മാമോദീസായുടെ ഗൗരവപരമായ മാമോദീസായുടെ പ്രാധാന്യവും സന്ദേശവും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ഒന്ന്, മാമോദീസയെ കുറിച്ചുള്ള വിമർശനം. രണ്ട്, അപ്പോസ്തോലിക പാരമ്പര്യം. മൂന്ന്, മാമോദീസയെ കുറിച്ചുള്ള വേദശാസ്ത്ര ദർശനം. ഇനി ഞാൻ ഇന്നത്തെ ക്ലാസ്സിന്റെ അവസാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ മാമോദീസയുടെ ക്രമം. അത് എല്ലാവരും ഒന്ന് ഓർത്തിരിക്കേണ്ടതാണ്. 3 കൂദാശകൾ മാമോദീസ ക്രമത്തിൽ ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യത്തിൽ നിർവഹിക്കപ്പെടുന്നു. ഒന്നാമത് നമുക്കറിയാം, വെള്ളം വാഴുവിന്റെ ശുശ്രൂഷയുണ്ട്. ജലസ്നാനം, ഒരു കുഞ്ഞ് വിശുദ്ധ മാമോദീസയിൽ അല്ലെങ്കിൽ ജലസ്നാനം സ്വീകരിക്കുന്നു. അതിനോട് ചേർന്ന് നിങ്ങൾക്കറിയാമല്ലോ, വിശ്വാസം ഏറ്റുപറയുന്നു. അതുപോലെ തന്നെ അഭിഷേക തൈലത്താൽ മുദ്രയിടപ്പെടുന്നു. തൈലം കൂടാതെ ആദ്യം മുദ്രയിടും, അതിനുശേഷം അഭിഷേക തൈലത്താൽ മുദ്രയിടും. പിന്നെ ഏവൻഗേലിയോൻ വായനയും അതുപോലെ തന്നെ ലേഖന വായനയും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞാണ് വെള്ളം വാഴുവിന്റെ ശുശ്രൂഷ നടക്കുന്നത്. വെള്ളം വാഴുവിന്റെ ശുശ്രൂഷയിൽ വെള്ളം യോർദാനിലെ വെള്ളമാക്കി പരിവർത്തനം ചെയ്യപ്പെടുന്നു. വിശുദ്ധ മൂറോൻ അതിൽ ഒഴിക്കുന്നു. അതിനുശേഷം കുട്ടിയെ അല്ലെങ്കിൽ സ്നാനാർത്ഥിയെ വെള്ളത്തിൽ ജലസ്നാനം നിർവഹിക്കുന്നു. അപ്പോൾ വിശുദ്ധ മാമോദീസയുടെ പ്രധാന ഭാഗം ആ വിശുദ്ധ മാമോദീസ ജലസ്നാനം തന്നെ. അതിനുശേഷം വിശുദ്ധ മൂറോൻ അഭിഷേകം നടക്കുന്നു. സത്യത്തിൽ ഈ മൂറോൻ അഭിഷേകം മറ്റ് സഭാ പാരമ്പര്യങ്ങളിൽ പിന്നീട് സ്ഥിരീകരണമായിട്ട് നിർവഹിക്കപ്പെടുന്നുണ്ട്. എന്നാൽ നമ്മുടെ പാരമ്പര്യത്തിൽ അങ്ങനെയല്ല. നമ്മൾ ആ നിമിഷം തന്നെ വിശുദ്ധ മൂറോൻ അഭിഷേകം നിർവഹിക്കുന്നു. മൂറോൻ അഭിഷേകത്തിന് ശേഷം വിശുദ്ധ കുർബാന അനുഭവവും നടക്കുന്നു. അപ്പൊ സത്യത്തിൽ ഇന്നത്തെ മാമോദീസയുടെ ക്രമം അനുസരിച്ച് 3 കൂദാശകൾ സമഞ്ജസമായി സമന്വയിച്ചിരിക്കുകയാണ്. വിശുദ്ധ മാമോദീസ, വിശുദ്ധ മൂറോൻ അഭിഷേകം, വിശുദ്ധ കുർബാന അനുഭവം. നമ്മൾ പിന്നീടിലേക്ക് കുർബാന അനുഭവം മാറ്റിവെക്കത്തില്ല. സ്ഥിരീകരണം എന്ന രീതിയിൽ മൂറോൻ അഭിഷേകവും മാറ്റിവെക്കത്തില്ല. ഇത് 3ഉം ഒരുമിച്ച് നിർവഹിക്കുന്നു. അതിന് അടിസ്ഥാനപരമായ ഒരു കാരണമുണ്ട്. അടിസ്ഥാനപരമായ കാരണം, ഒരു പൈതലിനെ ഈ ശുശ്രൂഷകളെല്ലാം സ്വീകരിപ്പാൻ പൂർണ്ണ യോഗ്യത ഉണ്ടെന്ന് വേദപുസ്തക അടിസ്ഥാനത്തിൽ സഭയുടെ അടിസ്ഥാന ക്രമീകരണത്തിൽ നമ്മുടെ പിതാക്കന്മാരുടെ പഠിപ്പിക്കലിൽ ഓർത്തഡോക്സ് പാരമ്പര്യം പൂർണ്ണമായി വിശ്വസിക്കുന്നു. അത് പറഞ്ഞ് ഇന്നത്തെ ഇപ്പൊ 8:55 9 മണി കൂടുതൽ പോയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ഒന്നുകൂടെ പറയുന്നു, 3 ക്രമങ്ങൾ, 3 കൗദാശിക ക്രമങ്ങൾ വിശുദ്ധ മാമോദീസയിൽ അന്തർലീനമാണ്. വിശുദ്ധ മാമോദീസ, വിശുദ്ധ മൂറോൻ അഭിഷേകം, വിശുദ്ധ കുർബാന അനുഭവം. 3 നൽവരങ്ങൾ വിശുദ്ധ മാമോദീസയിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നു. അതിലൊന്ന്, പ്രധാനപ്പെട്ട ഒന്ന് നിത്യജീവൻ, രണ്ടാമത്തേത് പുത്രസ്വീകാര്യം, മൂന്നാമത്തേത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ഒന്നുകൂടെ ഞാൻ പറയുന്നു, നിത്യജീവൻ, ദൈവ മക്കളെന്ന അവകാശം, പുത്രസ്വീകാര്യം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ഈ 3 നൽവരങ്ങൾ മാമോദീസയിലൂടെ ലഭിക്കുന്നു. ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് നിർത്താം. വരുന്ന ക്ലാസ്, ഒരു ക്ലാസ് കൂടി എടുത്താൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യത്തിൽ ആവശ്യമായിട്ടുള്ളത് തീരും. 2 ക്ലാസ് കൊണ്ട് ഇത് അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു വിഷയം ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ സന്ദേഹമായി കിടക്കുന്ന വിഷയം,
യഥാർത്ഥത്തിൽ ഒരു പൈതലിന്, ഈ 52-56 ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഈ നൽവരങ്ങളൊക്കെ സ്വീകരിക്കാൻ പ്രാപ്തിയുണ്ടോ? ഉണ്ട് എന്ന് സഭ അടിസ്ഥാനപരമായി വിശ്വസിക്കുന്നു. അതിന്റെ കാരണം, ഞാനേ സാധാരണ മാമോദീസയെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു വിശദീകരണം പറയാം. ഞാനിതുപോലെ മാമോദീസയെ കുറിച്ചുള്ള ഒരു ക്ലാസ് ഇപ്പൊ ഏകദേശം 40-45 മിനിറ്റായി ഞാൻ പറയാൻ തുടങ്ങിയിട്ട്. ഇങ്ങനെ ഒരു ക്ലാസ് ഒരു സൺഡേ സ്കൂൾ അധ്യാപകർക്ക് എടുത്തുകൊണ്ടിരുന്നു. ഈ ഒരു അവസാന ഭാഗമായി കഴിഞ്ഞപ്പം അതിലെ ഒരു സൺഡേ സ്കൂൾ അധ്യാപിക, ഒരു 35-37 വയസ്സുണ്ട്. അവരുടെ ഹസ്ബൻഡിനെ എനിക്കറിയാം. അവർക്കൊരു മോനുണ്ട്. അപ്പൊ ആ ടീച്ചറെ എന്നോട് പെട്ടെന്ന് ചോദിക്കുന്നു, അച്ഛാ, എന്നതാണ് മാമോദീസം? വാട്ട് യു മീൻ ബൈ ഹോളി ബാപ്റ്റിസം? അപ്പം ഒരു ഇന്റർവെൻഷൻ ഒരു സ്റ്റുഡന്റ് ആയി എന്ന് വെച്ചാൽ, ഈവൻ ദോ ഷീ ഈസ് എ ടീച്ചർ ഓൺ ദാറ്റ് പർട്ടിക്കുലർ ക്ലാസ്, ഷീ ഈസ് എ സ്റ്റുഡന്റ്. ദാറ്റ്സ് വൈ I asked to her, ടീച്ചർ, യു മേ പ്ലീസ് എക്സ്പ്ലെയിൻ വാട്ട് യു മീൻ. എന്നാ ടീച്ചർ ഉദ്ദേശിക്കുന്നതെന്ന് വിശദീകരിക്കാൻ പറഞ്ഞു. അപ്പൊ ടീച്ചർ പറഞ്ഞ ഒരു നല്ല വിശദീകരണം, ദൈവം നമ്മുടെ പിതാവെന്ന് നമുക്ക് തിരിച്ചറിവ് ലഭിക്കുന്ന സന്ദർഭമാണ് മാമോദീസ. ഒന്നുകൂടെ നിങ്ങൾ കേട്ടെ. ദൈവം നമ്മുടെ പിതാവെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്ന, നമ്മളെല്ലാം മക്കളായിത്തീരുന്ന, പുത്രസ്വീകാരം ലഭിക്കുന്ന, അതൊക്കെ ഞാൻ വിശദീകരിച്ചു. പക്ഷെ ടീച്ചർ ഇച്ചിരൂടെ ഭംഗിയായിട്ട് പറഞ്ഞു, ദൈവം നമ്മുടെ പിതാവെന്ന് നമുക്ക് ബോധ്യമാകുന്ന, തിരിച്ചറിവ് ലഭിക്കുന്ന സന്ദർഭമാണ് മാമോദീസ. ഞാൻ പെട്ടെന്ന് ടീച്ചറോട് പറഞ്ഞു, എക്സാക്ട്ലി റൈറ്റ്, യു ആർ റൈറ്റ്. അപ്പൊ ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പം ടീച്ചറിന്റെ മറ്റൊരു പ്രതികരണം, അവിടെയാണ് ഈ വിഷയത്തിന്റെ തീവ്രത എനിക്ക് മനസ്സിലായത്. ടീച്ചർ എന്നോട് ചോദിക്കുക, നന്നേ ചെറുപ്പത്തിൽ അപ്പനെ തിരിച്ചറിയാൻ ഒക്കുവോ? ശ്രീ, നിങ്ങളൊന്ന് ലിസൺ, സീ ദി ആർഗ്യുമെന്റ്. What is baptism? Baptism is a moment in which we have to understand God is our Father. അത് ശരിയാണ്, അത്രയും വരെ ശരിയാണ്. എന്നാൽ ആ സമയത്തെ മറുചോദ്യം, നന്നേ ചെറുപ്പത്തിൽ അപ്പനെ തിരിച്ചറിയാൻ ഒക്കൂ? ടീച്ചർ പറഞ്ഞു വരുന്നത്, ഈവൻ ദോ ഷീ വാസ് എ സൺഡേ സ്കൂൾ ടീച്ചർ, ആ ടീച്ചർ പറഞ്ഞു വരുന്നത് നന്നേ ചെറുപ്പത്തിൽ അപ്പനെ തിരിച്ചറിയാൻ മേല, അതുകൊണ്ട് സ്വീകരിച്ച മാമോദീസ തെറ്റാണ്. എന്നാ പറയും ഇങ്ങനെ ചോദിച്ചു? ഇപ്പൊ നിങ്ങളിലും ആരെങ്കിലും ഈ ചോദ്യം മനസ്സിൽ കണ്ടോട്ട് കാണും. ഞാൻ ഏതായാലും പെട്ടെന്ന്, അച്ഛന്മാർക്ക് സാധാരണ ഇങ്ങനെ വിഷമിക്കുന്ന സന്ദർഭത്തിൽ ദൈവം ഓരോ അവസരം കൊടുക്കുമല്ലോ, പെട്ടെന്ന് ഞാൻ ഈ ടീച്ചറോട് ചോദിച്ചു, ടീച്ചറെ, ടീച്ചറിനൊരു കുഞ്ഞുണ്ടല്ലോ? ആ, ഉണ്ട്. ആ കൂട്ടത്തിൽ ടീച്ചർ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, എന്റെ കൊച്ചിന് 12 വയസ്സായി, ഞാൻ അവരെ ഇതുവരെ മാമോദീസ മുക്കിയിട്ടില്ല. മാമോദീസ മുക്കാത്തതിന്റെ കാരണം ടീച്ചർക്ക് നല്ല ബോധ്യമുണ്ട്, കൊച്ചിന് നന്നായി ചെറുപ്പത്തിൽ അപ്പനെ തിരിച്ചറിയാൻ ഒക്കത്തില്ല. അപ്പൊ പിന്നെ മാമോദീസ മുക്കുന്നത് ശരിയാണ്. അവര് ചാടി പറഞ്ഞു, ഞാനേ മാമോദീസ മുക്കിയിട്ടില്ല. അതിന്റെ മറുപടിയായിട്ട് ഞാൻ ഈ ടീച്ചറോട് ചോദിച്ചു, ടീച്ചറായി ടീച്ചറുടെ കൊച്ചിന്റെ അപ്പനാരാ? സത്യത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യം. ടീച്ചറുടെ കൊച്ചിന്റെ ഹു ഈസ് ദ ഫാദർ ഓഫ് യുവർ ചൈൽഡ്? അവര് വല്ലാതെ, ഷീ ബിക്കെയിം സോ ഫ്യൂരിയസ് ആൻഡ് ആങ്കർ. എന്നിട്ട് അവർ അരിശപ്പെട്ട് എന്നോട് ചോദിക്കുക, അച്ഛൻ അറിയത്തില്ലേ? ഞാൻ പക്ഷേ വേഗം രസകരമാക്കി പറഞ്ഞു, ഹൗ ഡു ഐ നോ ഇറ്റ്? ഞാൻ എങ്ങനെ അറിയും? നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കും, നിങ്ങളല്ലേ എന്നെ നോക്കുന്നുണ്ടെന്ന് എന്റെ വിശ്വാസം. നിങ്ങളെ, ഐ തിങ്ക് യു ഹാവ് ഹേർഡ് അബൌട്ട് ഈ നമ്മുടെ ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഹാവ് യു ഹേർഡ് അബൌട്ട് ജനറ്റിക് എഞ്ചിനീയറിംഗ്? ഇന്നത്തെ മെഡിക്കൽ പഠന മേഖലയിലെല്ലാം ഇതുണ്ട്. ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഒരു ശിശു ഉരുവായാൽ ആ ശിശു 9 മാസം സ്ത്രീയുടെ ഉദരത്തിൽ വളരുന്നു, അതിനുശേഷം പ്രസവിക്കുന്നു, കുഞ്ഞിനെ വളർച്ച വളരെ പെട്ടെന്ന് കുഞ്ഞു വളരുന്നു. ഈ സന്ദർഭത്തിൽ ഒരു കുഞ്ഞ് അതിന്റെ അപ്പനെ തിരിച്ചറിയുന്ന എപ്പോഴാണ്? പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ തോന്നുന്നു ഒരു 10-14 വയസ്സായി കഴിയുമ്പോഴാണ് കൊച്ച് അപ്പനെ തിരിച്ചറിയുന്നത്.
എന്നാൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് പറയുന്നതോടെ ഞാനൊന്ന് പറയാം. ആസ് പെർ ഓർ അക്കോർഡിംഗ് ടു ജനറ്റിക് എഞ്ചിനീയറിംഗ്, ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഒരു ശിശു ഉരുവായാൽ പ്രസവിക്കുന്നതിന് മുമ്പ് അമ്മയുടെ ഉദരത്തിൽ 3 മാസം പ്രായമാകുമ്പോൾ, കുഞ്ഞ് ഭൂമിയിലേക്ക് വന്നിട്ടില്ല, അമ്മയുടെ ഉദരത്തിൽ 3 മാസം പ്രായമാകുമ്പോൾ ആ സന്ദർഭം മുതൽ കൊച്ചിനെ അപ്പനെ തിരിച്ചറിയും. ഈ 3 മാസം കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുമ്പം അതിന്റെ പിതാവ് അമ്മയുടെ അരികെ ചെല്ലുമ്പം വയറ്റിൽ കിടന്ന് കൊച്ചനങ്ങും. അതാണ് ഈ അനക്കമുണ്ട് എന്ന് പറയുന്നത്. കുഞ്ഞിന് അപ്പനെ തിരിച്ചറിയാം. നിങ്ങൾ ഇനിയും വേദപുസ്തകത്തിലേക്ക് വന്നേ. യോഹന്നാൻ മാബ്ദാന ഏലിശുബയുടെ വയറ്റിൽ, പ്രായം 6 മാസം. ഇത് പറഞ്ഞു നിർത്തിയാലേ വരുന്ന ക്ലാസ് എല്ലാം നിങ്ങൾക്ക് തിരിയത്തുള്ളൂ. യോഹന്നാൻ മാബ്ദാന ഏലിശുബയുടെ ഉദരത്തിൽ, പ്രായം 6 മാസം. ഉദരത്തിൽ, ജനിച്ചിട്ടില്ല. മറിയാമിനോട് മാലാഖ എന്ന് പറഞ്ഞ്, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരും, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. ഈ വചനിപ്പ് ലഭിച്ചതിന് ശേഷമാണ് നിന്റെ ചാർച്ചക്കാരി വന്ധ്യ എന്ന് വിളിക്കപ്പെട്ടവൾക്ക് ഇത് 6 മാസം എന്ന് പറഞ്ഞതുകൊണ്ടാണ് യഹൂദ മലനാട്ടിൽ ഏലിശുബയെ കാണാൻ മറിയാം യാത്ര ചെയ്യുന്നത്. ഏകദേശം 25 ദിവസം ആ യാത്രയെ കുറിച്ചൊരു വിശദീകരണം അകലം വെച്ച് പറയാം. അപ്പൊ മറിയാമിന്റെ ഉദരത്തിൽ കുഞ്ഞിന് 1 മാസം പ്രായം. ഏകദേശം പറയുകയാണ്. യോഹന്നാനെ ഏലിശുബയുടെ ഉദരത്തിൽ 6 മാസം പ്രായം. രണ്ടുപേരും ലോകത്തിലേക്ക് ജനിച്ചിട്ടില്ല. മറിയ ചെന്ന് ഏലിശുബയോട് വന്ദനം എന്ന് പറഞ്ഞു. ഉടനെ ഏലിശുബ പറഞ്ഞു, നിന്റെ വന്ദന സ്വരം എന്റെ കാതുകളിൽ വീണപ്പോൾ പിള്ള എന്റെ ഉദരത്തിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചേ. എത്രയോ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ദ ഡെസ്ക്രിപ്ഷൻ ഓഫ് ദി ജനറ്റിക് എഞ്ചിനീയറിംഗ്. നിന്റെ വന്ദന സ്വരം എന്റെ കാതുകളിൽ വീണപ്പം പിള്ള എന്റെ ഉദരത്തിലെ യോഹന്നാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഇനി നിങ്ങളെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഏലിശുബ മറിയാമിനെ വിളിക്കുന്നു നോക്കി ഒന്ന് കേട്ടേ. ഏലിശുബ പറയുക, ഈ മറിയയെ ദൈവത്തിന്റെ അമ്മയെന്ന് ആദ്യം വിളിച്ചത് ഏലിശുബയ. ഏലിശുബ പറയുന്നു, എന്റെ കർത്താവിന്റെ അമ്മ, നോക്കിക്കേ, എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നുണ്ടായി? സഹോദരങ്ങളെ, സത്യത്തിൽ സ്വന്തം പിതാവിനെ തിരിച്ചറിയാൻ ഭൂമിയിൽ ജനിക്കുക പോലും വേണ്ട, അതിനു മുമ്പേ തിരിച്ചറിയും. അതുകൊണ്ടാണ് നമ്മുടെ വല്യപ്പനും നമ്മുടെ വല്യമ്മച്ചിയും 52 ദിവസം പ്രായമുള്ളപ്പം നമ്മളെ മാമുദീസ മുഖം കൊണ്ടുപോയി. അത് ഇനി നിങ്ങളൊന്ന് വിചാരിച്ചേ, ഒരു 14 വയസ്സാകുമ്പോൾ നമ്മുടെ ആൺകൊച്ചിനോടോ പെൺകുട്ടിയോടോ ചെന്ന്, മോളെ നീ ശ്രദ്ധിക്കണം, യുവർ ഫാദർ ഈസ് സോ ആൻഡ് സോ എന്ന് 14ാമത്തെ വയസ്സിൽ ഈ കൊച്ചിനോട് പറഞ്ഞാൽ കൊച്ചെന്നാ പറയും? കൊച്ചു പറയാതെ നിന്റെ മനസ്സിലിരിക്കട്ടെ, എനിക്ക് വിശ്വസിക്കാൻ സൗകര്യമില്ലെന്ന് പറയും. യഥാർത്ഥത്തിൽ ഇതൊരു മിസ്റ്റിക് നോളജ് അല്ലേ? ഇത് അറിയേണ്ട പ്രായം നന്നേ ചെറുപ്പമാണ്. അതുകൊണ്ടാണ് നന്നേ ചെറുപ്പത്തിൽ ലഭിച്ചിരിക്കുന്ന മാമുദീസയാണ് നമ്മുടെ ആത്മീക വളർച്ചയുടെ അടിസ്ഥാനം. ഞങ്ങള് വൈദികർ എന്ന നിലയിൽ ഈ കുഞ്ഞുങ്ങളെ മാമുദീസ മുക്കുമ്പോൾ നിങ്ങളൊന്ന് ഓർത്തു, 1 വയസ്സ് കഴിയുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ടാണ് മാമുദീസ മുക്കാൻ, എന്തോ ഒരു ബഹളമാണ്. അതേസമയം ഈ 52, 56, 60 ദിവസം ആ ഒരു പ്രായത്തിനിടയിൽ എന്തൊരു അനുഭവത്തിലാണ് ആ കുഞ്ഞുങ്ങൾ മാമുദീസ സ്വീകരിക്കുന്നത്. പ്രായമാകും തോറും ഭിന്നത കൂടുകയാണ്. അവിടെയാണ് നമ്മുടെ മാതാപിതാക്കളും തെർത്തുല്യൻ മുതൽ 2ാം നൂറ്റാണ്ടിൽ തെർത്തുല്യൻ മുതലുള്ള സഭാപിതാക്കന്മാർ വളരെ ശക്തമായി കുഞ്ഞുങ്ങളെ മാമുദീസ മുക്കേണ്ടതിന്റെ ആവശ്യകത പഠിപ്പിച്ചു. ഇത് ഇന്നും ഇന്നലെ ഉണ്ടായതല്ല. വേദപുസ്തകം അതെ. ഇനിയും നിങ്ങളെ യെരമ്യാ പ്രവാചകനോടും അതുപോലെ തന്നെ മോശ മുതലായ പ്രവാചകന്മാരോട് ദൈവം പറഞ്ഞിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു. ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് കർത്താവ് തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെ നമ്മൾ വളരെ
വളരെ സിമ്പിളായിട്ട് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിലെ പ്രധാന സംഗതി ഇതൊക്കെ നമ്മൾ എന്നാ പഠിച്ചു? ഭക്ഷണം വായിക്കൂടെ കഴിക്കണം, അല്ലെ? അത്യാവശ്യ കാര്യങ്ങൾ, അടിസ്ഥാനപരമായ കാര്യങ്ങൾ. നിങ്ങൾക്കറിയാവോ, ഒരു വ്യക്തിയുടെ വ്യക്തിത്വ വികസനത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ 90% അക്വയർ ചെയ്യുന്നത് ആദ്യത്തെ 3 വയസ്സിനകമാണ്. ആദ്യത്തെ 3 വയസ്സിനകമാണ്. ഇനിയെല്ലാം അതിലുമൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയുന്നു. ഒരു പൈതലിന്, ഒരു ശിശുവായ കുഞ്ഞിനെ ദൈവത്തിന്റെ കൃപ ലഭിക്കത്തില്ല, ദൈവത്തിന്റെ ആത്മാവ് ലഭിക്കത്തില്ല, ദൈവമകനായി തീരാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നമ്മൾ ആരെയാ ചോദ്യം ചെയ്യുന്നത്? സർവശക്തനായി ദൈവത്തിന്റെ കരുണയാ ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് പൈതങ്ങൾ കർത്താവിന്റെ അരികെ വന്നപ്പോൾ ശിഷ്യന്മാർ തടയുന്നുണ്ട്. അപ്പൊ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞ തന്നെ, അവരെ വിടുകയും പൈതങ്ങളെ തടയരുതേ. സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവർ കാണുന്ന കർത്താവ് യേശു മിശിഹാ പഠിപ്പിച്ചു. ഇന്നത്തെ ഏവങ്കല്യം വായന വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 33 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാർ വഴിയിൽ വെച്ച് ആരാണോ വലിയവൻ എന്ന് തർക്കിക്കുന്നുണ്ട്. അതിന്റെ മറുപടിയും കർത്താവ് പറഞ്ഞത് നിങ്ങൾ പൈതങ്ങളെ പോലെ ആകുവിൻ എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കണം. നമ്മുടെ പിതാക്കന്മാർ, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, നമ്മളോടൊന്നും വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തവരാ, പക്ഷെ അവർ എത്ര അർത്ഥപൂർണമായിട്ടാണ് മാമോദീസയുടെ അനുഭവം പഠിപ്പിച്ചത്. നമ്മൾ ഇതെല്ലാം കുറെ തർക്കവിതർക്കങ്ങൾക്കല്ല പഠിക്കേണ്ടത്, അനുഭവ തലത്തിൽ പഠിക്കണം. നിങ്ങളും നിങ്ങളുടെ മാമോദീസയെ കുറിച്ചും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മാമോദീസയെ കുറിച്ചും നമ്മളൊക്കെ സ്വീകരിച്ച മാമോദീസയുടെ ഗൗരവമായ അർത്ഥം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ ചില വാക്യങ്ങൾ ഓർക്കുക. ഇനിയെങ്കിലും ആരെങ്കിലും ചോദിക്കുമ്പോൾ അയ്യോ അങ്ങനെയാണോ എന്ന് പറഞ്ഞിരിക്കാതെ വേദപുസ്തകം പഠിപ്പിക്കുന്നത് മനസ്സിലാകാനാണ് ആദ്യം റോമാലേഖനം 10:9, പിന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 28-29, 1 കൊരിന്ത്യർ ലേഖനം 7:14, കൊലോസ്യ ലേഖനം 2:12, കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം, അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 31-ാം വാക്യം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-ാം വാക്യം. ഇങ്ങനെ ഞാൻ കുറെ അധികം വേദഭാഗങ്ങൾ പറഞ്ഞു. അത് ശ്രദ്ധിക്കുക. അവിടെയാണ് ആ വിശുദ്ധ മാമോദീസയെ കുറിച്ചുള്ള അപ്പോസ്തോലിക പാരമ്പര്യം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലാണ് കർത്താവ് മാമോദീസയുടെ അർത്ഥതലം വിവരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ കാണുക. വരുന്ന ക്ലാസ്സിൽ യേശു ക്രിസ്തു മാമോദീസ സ്ഥാപിച്ചു. വിശുദ്ധ കുർബാന കർത്താവ് സ്ഥാപിച്ചതുപോലെ ക്രിസ്തുവാണ് മാമോദീസ സ്ഥാപിച്ചത്. അത് യോർദാൻ നദിയിൽ യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചത് കൊണ്ടാണ്. അതെന്താണ് എന്നുള്ളത് വരുന്ന ക്ലാസ്സിൽ വിവരിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.